ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ രാത്രി ഞാൻ എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ നേരെ കൊയിലാണ്ടി പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഏട്ടനും കൂടി ഉണ്ട്. അമ്മൂൻ്റെ ബർത്ത്ഡേക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റും കേക്കും വാങ്ങാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ രാത്രിയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് അവൾക്ക് അറിയേയില്ല കേട്ടോ. ഒരു സർപ്രൈസ് ആയിട്ട് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കാട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. ഒന്നാമത്തെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കയറി 2-3 ഡ്രസ്സൊക്കെ ഞാൻ ട്രയൽ ചെയ്തതിന് ശേഷം എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ്. കാരണം ആൾക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും ഒരു ഡ്രസ്സും ഇഷ്ടാവില്ല. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻറ്റും എൻ്റെ ഒരു ഇതും ഇഷ്ടപ്രകാരം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പലോദയിലേക്കാണ് പോയത്, കേക്ക് സ്റ്റുഡിയോയിലേക്ക്. നമ്മൾ ഓൾറെഡി കേക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോക്കോ ട്രഫിളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1/2 kg. 1 kg ഒന്നും വാങ്ങിയാൽ നമുക്ക് അവിടെ ചിലവാവില്ല. അതുകൊണ്ട് നമ്മൾ 1/2 kg ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചോക്കോ ട്രഫിളാണ് എപ്പോഴും വാങ്ങുന്ന കേക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഫ്ലേവേഴ്സിനേക്കാളും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇതാട്ടോ. ഇതാകുമ്പോൾ അങ്ങനെ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള കേക്കും ഡ്രസ്സും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അമ്മൂനൊരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിന് വേണ്ടി പോയതാണ്. വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ഷാരൂട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ പോയി ഫ്രിഡ്ജിലേക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അവൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 11-11:30 ആയപ്പോൾ ഞങ്ങളിതാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി എഴുന്നേറ്റുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളും ഏട്ടൻ സെറ്റാക്കുന്നുണ്ട്. ഞാൻ ബലൂണൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി ഇത് എല്ലാം നമുക്ക് താഴെ കൊണ്ടുപോയിട്ട് റെഡിയാക്കി വെക്കാനുണ്ട്. അമ്മയും അച്ഛനും ഏട്ടനും കൂടി അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് 2-3 ബലൂണും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചു. കാരണം ബലൂൺ അധികം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പൊട്ടിയ ഷാരൂട്ടിക്ക് ചിലപ്പം പേടിയാവും എന്നുള്ളതുകൊണ്ട് ഒരു 3-4 ബലൂണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കേക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഏട്ടൻ കേക്കൊക്കെ എടുത്തു. അങ്ങനെ 12 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിതൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നേരെ അച്ഛനും ഷാരൂട്ടിയും കൂടി അമ്മൂനെ പോയി വിളിച്ചു. സത്യം പറഞ്ഞാൽ ഉറങ്ങിയാൽ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാട്ടോ അമ്മു. കാരണം വിളിച്ചാൽ അവൾ അറിയില്ല. കുറേ ടൈം വിളിച്ചാലേ അവൾ എണീക്കുള്ളൂ. ഇന്നെന്താണെന്നറിയില്ല, കറക്റ്റ് 12 മണിയാകുമ്പോൾ അവൾ എഴുന്നേക്കുകയും ചെയ്തു. പിന്നെ ഷാരൂട്ടി വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അവൾ പറഞ്ഞത് സെലിബ്രേറ്റ് ചെയ്യേണ്ട, കേക്ക് കട്ട് ചെയ്യേണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേ എന്തോ നമുക്കത് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ അവൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെ അവൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ ഓരോരുത്തരും അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കൊടുക്കുന്ന സമയത്ത് ഷാരൂട്ടിയും വായ തുറക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് കഴിക്കുവാണെങ്കിലും അവൾ ഇതേപോലെ ഇങ്ങനെ വായ തുറക്കും അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ കേക്കൊന്നും വാവയ്ക്ക് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. കാരണം അതൊക്കെ ഭയങ്കര മധുരമല്ലേ. അപ്പോൾ പക്ഷേ അവളെല്ലാവരും ഇങ്ങനെ അമ്മൂന് കൊടുക്കുന്ന കണ്ടപ്പോൾ അവൾക്കൊരു സങ്കടം വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ ക്രീം അല്ലാതെ അതിനുള്ളിലുള്ള കേക്ക് മാത്രം അവൾക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ വായിൽ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അവൾക്കൊരു സന്തോഷമായി. അമ്മയും അച്ഛനും ഞാനും ഏട്ടനും ഒക്കെ കൂടി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നീ സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്നൊക്കെ ആയിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, നമുക്കത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമായി പോയിരുന്നു. അങ്ങനെ ഞാൻ അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷാരൂട്ടിനെ കൊണ്ട് കൊടുപ്പിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു. പക്ഷേ ഷാരൂട്ടി അതൊന്നും കൊടുക്കില്ല. അവളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും അവൾ ആർക്കും കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ അവളുടെ ഗിഫ്റ്റ് കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. ഇനി അവൾ ഗിഫ്റ്റ് പൊളിക്കുമ്പോൾ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോഴേക്ക് ഷാരൂട്ടിക്ക് ഉറക്കം വന്നു കേട്ടോ. ഞാൻ അവളെ ഉറക്കാൻ വേണ്ടി പോയി. അപ്പോൾ അത് അവൾ ഗിഫ്റ്റ് തുറക്കുവാണ്. നമ്മളൊരു റെഡിമെയ്ഡ് ഡ്രസ്സാണ് വാങ്ങിയത്. ടോപ്പും ഷോളും പാൻറ്റും വരുന്നൊരു സെറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. അവൾ പറയുകയും ചെയ്തു അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.